ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ജറബറകളുടെ കളക്ഷനാണ്. നമ്മുടെ കയ്യിൽ ആകെ 3 പോട്ട് ചെടികളേ ഉള്ളൂ കേട്ടോ. അതും 8 ഇഞ്ച് പോട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബുഷിയായിട്ട് ഒരുപാട് തൈകളോട് കൂടിയിട്ടുള്ള ചെടികളാണ് കേട്ടോ അത് ഓരോന്നും വരുന്നത്. അപ്പോൾ 3 വെറൈറ്റിയാണ്. പിന്നെ പൂന വെറൈറ്റി കൂടിയാണ് കേട്ടോ നമ്മളുടെ ഈ കാണുന്ന ജർബറ ചെടികളെല്ലാം. അപ്പോൾ ഇത് നമ്മൾ സെയിലിനാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് സിംഗിൾ പ്ലാന്റ്സ് എടുത്ത് തരൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ പോട്ടോട് കൂടിയാണ്, അതായത് പോട്ടില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് ചെടി അയച്ചു തരുന്നത് കേട്ടോ. ജറബറ പൂക്കൾ നമ്മൾ 80 രൂപ മുതൽ നാടൻ വെറൈറ്റീസ് എല്ലാവരിലേക്കും എത്തിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇത് അത്യാവശ്യം ആദ്യമേ പറയാം, റേറ്റ് ഉള്ള ഒരു ചെടിയാണ് കേട്ടോ. നമുക്ക് കിട്ടിയതും അത്യാവശ്യം നല്ല റേറ്റിലാണ്. പിന്നെ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്ത് തരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുൾ പോട്ടായിട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളിത് 450 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഫുൾ പോട്ട് ചെടി കൊടുക്കുന്നത്. ഇത്രയും നല്ല ഹെൽത്തി ആയ ചെടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് നേരെ കൊണ്ടുപോയിട്ട് ചട്ടിക്കുള്ളിൽ വെക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചകിരിച്ചോറിലൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണിത് കേട്ടോ. ഈ ചെടി നേരെ നിങ്ങൾക്ക് ചട്ടിയിൽ കൊണ്ടുവച്ച് അതിൻ്റെ ചുറ്റിനും നമ്മുടെ ഗാർഡൻ സോയിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മൾ തണലത്ത് വെച്ച് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രം വെയിലത്തേക്ക് വെക്കുക. അത് ഏത് ചെടിയായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് പുതിയ മൊട്ടുകൾ വരുന്നുണ്ട്, പൂക്കളെല്ലാം വരുന്നുണ്ട് കേട്ടോ. കൂടാതെ ഏത് ചെടിയായാലും പൂവിടാനായിട്ട് നമ്മൾ ഒരു ബോട്ടിൽ എക്സോഡസ് ഒന്ന് ആമസോണിൽ നിന്ന് മേടിച്ച് വെക്കുക. അത് കുറച്ച് വെള്ളത്തിൽ കലർത്തിയിട്ട് ചെടികളിലേക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടായി വരും. ജറബറയുടെ കെയറിങ്ങും കാര്യങ്ങളും ഒന്നും ഇപ്പം നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല, ജസ്റ്റ് ഒരു സെയിൽ വീഡിയോ മാത്രമാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം വലിയ ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിൽ വെള്ളം കൊടുത്താലും യാതൊരു പ്രശ്നം ഈ ചെടിക്ക് സംഭവിക്കില്ല. പൂനെ വെറൈറ്റീസ് എന്ന് കേൾക്കുമ്പോൾ ആരും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ല എന്നൊരു ധാരണയിൽ ഇരിക്കരുത്. പൂനെ വെറൈറ്റീസ് നമുക്കും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ ഈ ചെടികൾ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. പിന്നെ അത്യാവശ്യം നമ്മൾ സാധാരണ ചെടികൾ ചെയ്യുന്ന പോലെ തന്നെയാണ് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ. ചെടി പിടിച്ച് സെറ്റായി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൂര്യപ്രകാശത്തേക്ക് വയ്ക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല എക്സോഡസൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കാണുന്ന ചെടികൾ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചോളൂ കേട്ടോ, ചെടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. കാരണം ആകെ 3 ചെടികളെ നമ്മുടെ കയ്യിലുള്ളൂ. എന്ത് ഭംഗിയാണല്ലേ ജറബറയൊക്കെ കാണാനായിട്ട്. ജറബറ ചെടികൾ നാടനായാലും നല്ല ഭംഗിയാണ്. കുറേ മുന്നേയൊക്കെ നമ്മൾ സ്റ്റേജ് ഡെക്കറേഷന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജറബറ പൂക്കൾ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിലും പല വീടുകളിലെ ഉദ്യാനങ്ങളിലും ജറബറ പൂക്കൾ നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാം. ജറബറ എന്ന് പറയുന്നത് ഒരു സീസണൽ പ്ലാന്റ് ആണ്. അപ്പോൾ ആ ഒരു സീസൺ വന്നു കഴിയുമ്പോൾ അതിനകത്ത് നിറയെ പൂക്കളുണ്ടായിരിക്കും. ഓരോ തരം മനുഷ്യർക്കും ഓരോ തരം ഇഷ്ടങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ബൊഗൈൻവില്ലയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പുതിയത് മേടിക്കാനായിട്ട് നടക്കുന്നവരുണ്ടായിരിക്കാം. നമ്മൾ ചെമ്പരത്തി ആണെങ്കിലും അതിനകത്ത് വെറൈറ്റീസ് മേടിക്കാൻ നടക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ വെറൈറ്റീസിലേക്ക് കടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ ഉള്ളവരാണ് കേട്ടോ പുതിയത് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജറബറ അത്യാവശ്യം നല്ല രീതിയിൽ കയ്യിൽ സ്റ്റോക്ക് ഉള്ളവർ, പുതിയ വെറൈറ്റീസ് അന്വേഷിച്ച് നടക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതേ നമ്മൾ നല്ലൊരു ഓപ്ഷനാണ് തരുന്നത് കേട്ടോ ഇത്. അപ്പോൾ അത്തരം ഓരോ ചെടികളുടെ ഡീറ്റെയിലും നല്ല രീതിയിൽ അറിയുന്നവരോട് നമുക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു സംസാരത്തിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ബുഷിയായിട്ട് നിൽക്കുന്ന ഈ ചെടി നിങ്ങളുടെ ഉദ്യാനങ്ങളിലേക്ക് വെറുതെ നിങ്ങൾ കൊണ്ടുവച്ചാൽ മാത്രം മതി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ വീടിനകത്തേക്കും ഈ ചെടിയെ മാറ്റി വയ്ക്കാൻ കഴിയും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറമേ കൊണ്ടുപോയി വെയിൽ കൊള്ളിച്ചിട്ട് അകത്തേക്ക് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.